പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഈ വർഷത്തെ 2 മാസം കഴിഞ്ഞു. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ദിവസവും ഇൻഫോർമേഷൻ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ ഇൻഫോർമേഷൻ തന്നെ ഒരിക്കലും പഠിച്ചു തീരാൻ പറ്റാത്ത ലെവൽ ഇൻഫോർമേഷൻസ് ആണ്. JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. മിക്കവാറും എല്ലാ ഇൻഫോർമേഷൻസ് എടുക്കുന്നത് ഹിന്ദു പത്രം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് ചാനലിൽ നിന്നാണ്. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫ്രീ ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി അണ്ടർ ദി കെയർ സ്കീം ലോഞ്ച്ഡ്. കെയർ സ്കീമിന് കീഴിൽ സൗജന്യ വളർച്ച ഹോർമോൺ തെറാപ്പി ആരംഭിച്ചു. ഏത് സംസ്ഥാനമാണ് കെയർ എന്ന സ്കീം ആരംഭിച്ചിട്ടുള്ളത്? കെയർ എന്ന സ്കീം എന്താണ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 28 സംസ്ഥാനത്തിൻ്റെ കെയർ സ്കീമിന് കീഴിൽ വളർച്ചാ ഹോർമോൺ ചികിത്സ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇപ്പോൾ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 28-ാം തീയതി ആരംഭിച്ച ഒരു സ്കീം ആണ് ഗ്രോത്ത് ഹോർമോൺ GH ട്രീറ്റ്മെൻറ്റ് സ്കീം. ഇത് കെയർ എന്ന ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീം ആണ്. കെയർ എന്നാൽ കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് എന്ന് പറയുന്ന അതിൻ്റെ ഷോർട്ട് ഫോം ആണ് കെയർ. കെയറിൻ്റെ അണ്ടറിലാണ് 28 ഫെബ്രുവരിക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. 2025 ഫെബ്രുവരി 28 കേരള ആരോഗ്യ വകുപ്പ് ഏത് പരിപാടിയുടെ കീഴിലാണ് വളർച്ചാ ഹോർമോൺ ചികിത്സ ആരംഭിച്ചത്? കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ്. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് എന്ന് അറിയപ്പെടുന്ന കെയർ എന്ന പ്രോഗ്രാം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി 28-ാം തീയതി, അതായത് ഇന്നലെയായിരുന്നു. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ ഒരു പ്രോഗ്രാം. ഇതൊരു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ്. അതായത് അപൂർവമായിട്ട് കണ്ടുവരുന്ന ചില ഹോർമോണിൻ്റെ വളർച്ചകൾ, ആ വളർച്ചയെക്കുറിച്ച് പഠിക്കാനും അതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ്, ഒരു സ്കീം ആണ് ആരംഭിച്ചിട്ടുള്ളത് കെയർ എന്ന പേരിൽ. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ്. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് ലോക അപൂർവ രോഗദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 28. ഇന്നലെ ഫെബ്രുവരി 28 ഇന്നലെയായിരുന്നു വേൾഡ് റെയർ ഡിസീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ദിനം. ഇതുമായി ബന്ധപ്പെട്ടാണ് കെയർ എന്ന ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഫെബ്രുവരി 28-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള റെയർ ഡിസീസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഒന്നിലെ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 എന്ന തീയതിയിലാണ് ഇത് ആഘോഷിക്കുന്നത്. സാധാരണയായിട്ട് 29-ാം തീയതിയാണ്. 29 ഇല്ലെങ്കിൽ പിന്നെ 28 എന്ന തീയതിയിലാണ് ഈ ഒരു ഡിസീസിൻ്റെ റെയർ ഡിസീസ് ആയിട്ട് ആചരിക്കുന്നത്. 2025 ഫെബ്രുവരി 28 കെയർ പദ്ധതി ആരംഭിച്ചത് ആരാണ്? ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് വീണ ജോർജ്. വീണ ജോർജ് ആണ് കെയർ എന്ന പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് തുഹിൻ കാന്ത പാണ്ഡെ അപ്പോയിൻറ്റഡ് ന്യൂ സെബി ചെയർമാൻ. തുഹിൻ കാന്ത പാണ്ഡെയെ പുതിയ സെബി ചെയർമാനായി നിയമിച്ചു. സെബി എന്നാൽ എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സെബി? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫെബ്രുവരി 27 സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ചെയർമാനായി ആരെയാണ് നിയമിച്ചത്? തുഹിൻ കാന്ത പാണ്ഡെ. സെബി എന്നാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്നറിയപ്പെടുന്ന ഈ ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണ്? ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലിടുന്ന ഇൻവെസ്റ്റേഴ്സ് അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി ആണ് സെബി എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ. ഇത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആയിട്ട് ഇന്ത്യയുടെ മൂലധന വിപണിയുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ചുമതലയാണ് സെബി എന്ന സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. ഇപ്പോഴത്തെ പുതിയ ചെയർമാൻ ആണ് തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ 10ാമത്തെ ചെയർമാൻ ആരായിരുന്നു? മാധബി പുരി ബുച്ച് ആയിരുന്നു 10ാമത്തെ ചെയർമാൻ. 11ാമത്തെ ചെയർമാൻ ആണ് ഇപ്പോഴത്തെ നിലവിലെ തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് 11th ചെയർമാൻ ഓഫ് ദി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 10ാമത്തേതാണ് തുഹിൻ കാന്ത പാണ്ഡെ. SEBI എന്നാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. ഏത് വർഷത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്? 1988.
1988 അതായത് ഇത്രയും വർഷം പഴക്കമുള്ള ഏതാണ്ട് ഇപ്പോൾ 37 വർഷം പഴക്കമുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് സെബി എന്ന് പറയുന്ന സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രസ്റ്റീജിയസ് പ്രാണിമിത്ര നാഷണൽ അവാർഡ്, അഭിമാനകരമായ പ്രാണിമിത്ര ദേശീയ അവാർഡ്. ഈ ഒരു അവാർഡ് നൽകുന്നത് ഏത് മേഖലയെ ബന്ധപ്പെട്ടാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ അവാർഡ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആന രക്ഷാപ്രവർത്തനത്തിലും പരിപാലനത്തിലുമുള്ള മികച്ച പ്രവർത്തനത്തിന് അഭിമാനകരമായ പ്രാണിമിത്ര 2025 ദേശീയ അവാർഡ് ലഭിച്ച പദ്ധതി ഏതാണ്? അനന്ത് അംബാനീസ് പ്രൊജക്ട് വന്താര. വന്താര എന്ന ഒരു പ്രൊജക്ട് അനന്ത് അംബാനിയുടെ ഒരു പ്രൊജക്റ്റ് ആണ്. അനന്ത് അംബാനിയുടെ പ്രൊജക്റ്റ് ആയിട്ടുള്ള വന്താരയ്ക്കാണ് ദ ബെസ്റ്റ് പ്രാണിമിത്ര 2025 എന്ന ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 ഫെബ്രുവരി 27 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ പ്രാണിമിത്രയും ജീവദയയും അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാണ്? ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ AWBI, ഇന്ത്യൻ മൃഗക്ഷേമ ബോർഡ്. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് പ്രാണിമിത്ര ആൻഡ് ജീവദയ അവാർഡ് സെറമണി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലാണ് വന്താര എന്ന പ്രൊജക്റ്റിനെ, അതായത് ആനയെ പരിപാലിക്കുകയും അതിനെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുൻകൈയെടുക്കുന്ന ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് അനന്ത് അംബാനിക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള മൃഗക്ഷേമ ബോർഡ് ഓഫ് ഇന്ത്യ ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് ആനിമൽസ് PCA ആക്ട് 1960. അണ്ടർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്, അതിൻ്റെ ആക്ട് ആണ് 1960 ആക്ട്. ഇത് പ്രകാരമാണ് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആക്ട്. ഏതു വർഷത്തിലാണ് ഇന്ത്യൻ മൃഗക്ഷേമ ബോർഡ് സ്ഥാപിതമായിട്ടുള്ളത്? 1960. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1960-ലാണ്. അതായത് ഇപ്പോൾ ഏതാണ്ട് പറയുമ്പോൾ 65 വർഷം പഴക്കം ചെന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. ഇത് 1960 ആക്ട് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന ഒരു ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ പ്രൊജക്ട് വന്താര എന്ന ഒരു പ്രൊജക്റ്റിനാണ് ഇപ്പോൾ പ്രാണിമിത്ര 2025 നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് അനുഭവ് അവാർഡീസ് സ്പീക്ക് എ മന്ത്ലി വെബിനാർ. അനുഭവ് അവാർഡ് ജേതാക്കളുടെ പ്രസംഗം പ്രതിമാസ വെബിനാർ. എന്താണ് അനുഭവ് അവാർഡ് സ്പീക്ക് എന്ന് പറയുന്ന ഈ ഒരു വെബിനാർ? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 21ാം പതിപ്പ് പൂർത്തിയാക്കിയ പ്രതിമാസ വെബിനാർ പരമ്പരയായ അനുഭവ് അവാർഡ് ജേതാക്കളുടെ പ്രസംഗം ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ മന്ത്രാലയമാണ് അനുഭവ് അവാർഡ് സ്പീക്ക് എന്ന് പറയുന്ന പ്രതിമാസ വെബിനാർ ഇത് സംഘടിപ്പിക്കുന്നത്. 21ാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രതിമാസ വെബിനാർ പരമ്പരയായ അനുഭവ് അവാർഡ് ജേതാക്കളുടെ പ്രസംഗം അതിൻ്റെ 21ാം പതിപ്പ് ഏത് തീയതിയിലാണ് പൂർത്തിയാക്കിയത്? 28 ഫെബ്രുവരി 2025. ഈ കഴിഞ്ഞ ദിവസം, അതായത് 2025-ലാണ് അനുഭവയുടെ 21ാമത്തെ പതിപ്പ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അനുഭവ് പോർട്ടൽ ആരംഭിച്ച വർഷം ഏത്? മാർച്ച് 2015. 2015-ൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ താല്പര്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു പോർട്ടൽ ആണ്, ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ് അനുഭവ് അവാർഡ് സ്പീക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. എന്താണ്, ആരാണ് ഈ പോർട്ടലിൽ ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ? വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ അനുഭവം പങ്കിടുന്നതിനായി സർക്കാർ തുറന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് അനുഭവ് പോർട്ടൽ. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ, അനുഭവ് പോർട്ടൽ എന്നാൽ വിരമിച്ചിട്ടുള്ള, അതുപോലെ തന്നെ വിരമിക്കാൻ പോകുന്ന സർക്കാർ എംപ്ലോയീസ് അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിന് വേണ്ടിയുള്ള ഒരു പോർട്ടൽ ആണ് അനുഭവ് പോർട്ടൽ. ഇതിൽ അനുഭവ് അവാർഡ് സ്പീക്ക് എന്ന് പറയുന്ന മന്ത്ലി വെബിനാർ ഇത് സംഘടിപ്പിച്ചിരുന്നു. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ ആണ് ഈ അവാർഡ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്പീച്ച് എല്ലാം സംഘടിപ്പിക്കുന്നത്. 21st സ്പീച്ച് ആണ് ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 28-ാം തീയതി അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ ലോഞ്ച് ദി വൺ നേഷൻ വൺ പോർട്ട്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഒരു രാഷ്ട്രം ഒരു തുറമുഖം ഉദ്ഘാടനം ചെയ്തു. വൺ നേഷൻ വൺ പോർട്ട് എന്നൊരു പുതിയൊരു സ്കീം ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു രാഷ്ട്രം ഒരു തുറമുഖ പ്രക്രിയ ഒനോപ്പ് ആരംഭിച്ചത് ആരാണ്?
കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് ശ്രീ സർബാനന്ദ സോനോവാൾ. ഇദ്ദേഹമാണ് ഒരു രാഷ്ട്രം ഒരു തുറമുഖ പ്രക്രിയ ഒനോപ് എന്ന് പറയുന്ന വൺ നേഷൻ വൺ പോർട്ട് പ്രോസസ് ആരംഭിച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്രം ഒരു തുറമുഖ പ്രക്രിയ ഏത് മന്ത്രാലയം ആരംഭിച്ചു? തുറമുഖ, ഷിപ്പിംഗ് ആൻഡ് ജലപാത മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ മിനിസ്റ്റർ ആണ് യൂണിയൻ മിനിസ്റ്റർ ശ്രീ സർബാനന്ദ സോനോവാൾ. ഇദ്ദേഹമാണിപ്പോൾ വൺ നേഷൻ വൺ പോർട്ട് പ്രോസസ് ഒനോപ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കീം ആണ്, ഒരു പ്രോഗ്രാം ആണ്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ സോനോവാൾ ഏത് പരിപാടിയാണ് ആരംഭിച്ചത്? ഒരു രാഷ്ട്രം ഒരു തുറമുഖ പ്രക്രിയ, വൺ നേഷൻ വൺ പ്രോസസ്. അതായത് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർട്ടിനെ ഒരേ ലെവലിലുള്ള ഒരേ തരത്തിലുള്ള ഓപ്പറേഷൻസ് അത് ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൺ നേഷൻ വൺ പോർട്ട് പ്രോസസ് ആരംഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 28, അതായത് ഇന്നലെയാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത് യൂണിയൻ മിനിസ്റ്റർ ശ്രീ സർബാനന്ദ സോനോവാൾ. സമുദ്ര വിരാസത്ത് ആൻഡ് മാരിടൈം വികാസ് ഇന്ത്യ മാരിടൈം വീക്ക് 2025 ഒക്ടോബർ 27 മുതൽ ഒക്ടോബർ 31 വരെ എവിടെയാണ് ആഘോഷിക്കുക? മുംബൈ. മാരിടൈം വിരാസത്ത് ആൻഡ് മാരിടൈം വികാസ് ഇന്ത്യ മാരിടൈം വീക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. വരാൻ പോകുന്ന, അതായത് ഒക്ടോബർ 27 മുതൽ ഒക്ടോബർ 31 വരെയുള്ള മാരിടൈം വീക്ക് ആയിട്ടാണ് ഇത് ആഘോഷിക്കാൻ പോകുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസിൻ്റെ കീഴിൽ വരുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ആണ് വരാൻ പോകുന്ന മാരിടൈം വിരാസത്ത് ആൻഡ് മാരിടൈം വികാസ് എന്ന് പറയുന്ന പ്രോഗ്രാം. നമ്മളിന്ന് 20ഓളം കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.